കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ പോയപ്പോൾ ശ്രദ്ധിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളും ശ്രദ്ധിച്ചു കാണും ഇത്തരം കാഴ്ചകൾ. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെയധികം സങ്കടപ്പെടുത്തിയ ഒന്ന്. മറ്റൊന്നുമല്ല, മാർച്ച് ഏപ്രിൽ നല്ല ചൂടുള്ള കാലമാണ്, നമുക്കറിയാം. അപ്പോൾ ഞാൻ പോയ ഒരു 4 വീടുകളിൽ, ഈ 4 വീടുകളിലും AC ഉണ്ടായിരുന്നു. പക്ഷേ ആ AC ഭാര്യയുടെയും ഭർത്താവിന്റെയും റൂമിലാണ്. അതിലെന്താ കുഴപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ല. മക്കളുടെ റൂമിലും ചിലപ്പോൾ AC ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പേരുടെ മക്കളുടെ റൂമിലും ഉണ്ട്, ഭാര്യയുടെയും ഭർത്താവിന്റെയും റൂമിലുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കുഴപ്പമാകുന്നത് എപ്പോഴാ? ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ മക്കളും AC നൽകുന്ന ആ തണുപ്പില് പുറത്തെ ചൂടറിയാതെ കിടന്നുറങ്ങുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയും അടുത്ത റൂമിൽ വിയർത്തൊഴുകി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു എന്ന സത്യം അറിയുമ്പോഴാണ് ഇതിന്റെ കുഴപ്പം നമുക്ക് വ്യക്തമാവുക. ആദ്യം ഞാനത് അത്ര ഗൗരവത്തിലെടുത്തില്ല. 4ാമത്തെ ആളുടെ വീട്ടിൽ ഞാൻ ചോദിച്ചു, അതെന്താ അച്ഛന്റെ റൂമിൽ AC ഇല്ലാത്തത്? അമ്മ മരിച്ചുപോയി, അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അച്ഛന് AC അലർജിയാണ്. പക്ഷെ അച്ഛന് AC അലർജിയാണ് എന്ന് പറയുമ്പോൾ എന്റെ ചോദ്യം അദ്ദേഹത്തിനുണ്ടാക്കിയ അസ്വസ്ഥത ആ മുഖത്ത് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്കിതൊരു കൗതുകമായി. ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലം എനിക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന പലരോടും രഹസ്യമായിട്ട് AC വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട്, കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ടോ, ആരൊക്കെ AC ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്, AC ഉപയോഗിക്കുന്ന 99% ആളുകളുടെ വീട്ടിലും അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അവർ ACയുടെ സൗകര്യം കൊടുത്തിട്ടില്ല. അവർ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 1-2 വീടുകളിൽ ഒഴിച്ച് ആ വീട്ടിൽ അല്പം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൂടുതൽ ഉള്ള വീടായിരിക്കാം, അവർ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികത്തിന്റെ അല്ലല്ലോ പ്രശ്നം. സ്വന്തം റൂമിൽ AC വെക്കുകയും മാതാപിതാക്കളുടെ റൂമിൽ AC വെക്കാതിരിക്കുകയും ചെയ്യുന്ന ആ പ്രവണതയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മള് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നല്ല ചൂടുകാലത്ത് നമ്മൾ ഉറങ്ങാതെ വേർത്ത് കുളിച്ച് കരയുമ്പോൾ അച്ഛനും അമ്മയും അടുത്തിരുന്ന് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വീശി തന്നത്. ചിലപ്പോൾ ഫാനും ഉണ്ടായി കാണില്ല ആ കാലത്ത്. കയ്യിൽ കിട്ടുന്ന വിശറിയോ മറ്റോ എടുത്തുകൊണ്ട് നിങ്ങളെ വീശി വീശി അവർ ഉറക്കം കളഞ്ഞ് നിങ്ങളെ ഉറക്കിയ കഥ ഓർക്കുന്നത് നല്ലതാണ്. സ്വന്തം റൂമിൽ AC വെക്കുന്നതിന് മുമ്പ് നമ്മളെ വളർത്തിയ അച്ഛന്റെയും അമ്മയുടെയും റൂമിലല്ലേ നിങ്ങൾ AC വെക്കേണ്ടത്? നിങ്ങളുടെ മാതാപിതാക്കൾ അടുത്ത റൂമിൽ വിയർത്ത് കുളിച്ച് ഉറക്കം വരാതെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് AC-യിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത്? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തില് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത വരാത്തത്. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ് നമ്മുടെ മക്കളെ ജീവിതം പഠിപ്പിക്കാത്തത്? നമ്മൾ കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, ഫോർമുലകൾ പഠിക്കുന്നു, ജീവിതം പഠിക്കുന്നില്ല. നിങ്ങളും ശ്രദ്ധിച്ചു കാണുമല്ലേ? ഇല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ ഈ വിഷയം. ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാനീ പറഞ്ഞ കൂട്ടത്തില് ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട്. പക്ഷെ അച്ഛന്റെയും അമ്മയുടെ റൂമിൽ AC കൊടുക്കാൻ തയ്യാറല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും സുഖ സൗകര്യങ്ങൾ കൊടുക്കാതെ നിങ്ങൾ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റുകൾ, അത് ഡിഗ്രിയോ PG-യോ ഡോക്ടറേറ്റോ എന്തോ ആകട്ടെ, ആ സർട്ടിഫിക്കറ്റുകൾക്ക് എല്ലാം ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വിലയില്ല മക്കളെ. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന സമീപനം അത് കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങളും പ്രതീക്ഷിക്കരുത്.